നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെ ഈ പമ്മി പമ്മി നടന്നു വരുന്നത് ആരാ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആളെ പിടികിട്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണ് നമ്മുടെ ചൊറിയൻ പുഴു. കാണാത്തവർ നല്ല വൃത്തിയായിട്ട് തന്നെ കണ്ടോളൂ. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ ഈ ചൊറിയൻപുഴു. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ഉറുമ്പിൻ്റെ കാര്യം നമുക്ക് വഴിയേ പറയാം. ഈ സംഭവം അതായത് നമ്മുടെ ചൊറിയൻപുഴു കടിക്കുക എന്നൊക്കെ പറയും. പക്ഷേ കടിക്കാൻ ഇതിന് പല്ലുണ്ടോ? ഇതെന്നും എൻ്റെ ഒരു ഡൗട്ടാണ്. ലിറ്ററലി ചൊറിയൻപുഴു നമ്മൾ കടിക്കാറില്ല, പകരം ഉപദ്രവിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രോമം തട്ടുന്ന ഭാഗത്ത് അസഹ്യമായ ചൊറിച്ചിലും വേദനയും പുകച്ചിലും ചുമന്ന് തടിക്കലും ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ രോമം ഡയറക്റ്റായിട്ട് നമ്മുടെ മേത്ത് കൊള്ളണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് അടുത്ത് കൂടെ പോയാൽ തന്നെ നല്ല ചൊറിച്ചിലായിരിക്കും. അടുത്ത് കൂടെ പോകണ്ടായിരുന്നു, ഇതിനെ കണ്ടാൽ തന്നെ ചൊറിയോ അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ചൊറിച്ചിൽ വന്നാൽ പിന്നെ ഒരു അന്തവും കുന്തവും കാണില്ല. അത്രയ്ക്ക് വിരുദ്ധന്മാരായിട്ടുള്ള ഇവരെ തുരത്താനുള്ള പരിപാടിയല്ല കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവർ കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചെയ്യണത്, അതായത് പണ്ട് കാലം മുതലേ എല്ലാവരും ചെയ്ത് വരുന്നത് പൗഡർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഉടനടി പരിഹാരം കിട്ടുന്ന ഒരു സംഭവമുണ്ട്. എളുപ്പ വഴിയിലുള്ള ആ പരിപാടി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ ഇങ്ങനത്തെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചൊറിയൻ പുഴുവിന്റെ കടി ഏറ്റാൽ പരിഭ്രാന്തരാകാതെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാട്ടോ. വൈറ്റ് കളറിലെ ഇൻവിസിബിൾ ടേപ്പ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കളറിലെ ടേപ്പ് എടുത്തുന്നേ ഉള്ളൂ. ഇത്രയുള്ള ഒരു പീസ് ടേപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചൊറിയൻ പുഴുവിന്റെ രോമം എടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇതുപോലെ ചൊറിയൻ പുഴുവിന്റെ കടി ഏറ്റിട്ടുണ്ടെങ്കിൽ അസഹ്യമായ ചൊറിച്ചിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് നോക്കാട്ടോ. ഇപ്പൊ നമ്മുടെ കൈയിന്റെയോ കാലിന്റെയോ ഒക്കെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് കടി ഏൽക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഇവിടെ ചൊറിയൻ പുഴുവിന്റെ കടി ഏറ്റ പോലെയാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചൊറിയൻ പുഴുവിന്റെ കടി ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ തടിച്ച് ചുമന്നൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു കഷ്ണം ടേപ്പ് എടുത്തിട്ട് നമ്മൾ എവിടെയാണോ കടിച്ചത് ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ആ ടേപ്പ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ആ കടിയേറ്റ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊക്കെ ഇതുപോലെ നമുക്ക് ഇങ്ങനൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചൊറിയൻ പുഴുവിന്റെ അതിനകത്ത് പറ്റിയിട്ടുള്ള നമ്മുടെ കയ്യിലുണ്ടായിരുന്ന രോമം ഇൻസുലേഷൻ ടേപ്പിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് അതിന്റെ രോമം എളുപ്പത്തിൽ കളയാനായിട്ട് സാധിക്കും. രോമം പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചൊറിച്ചിൽ ആശ്വാസം കിട്ടുന്നതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരല്പം ബേക്കിംഗ് സോഡ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിട്ട് ഇതെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ചൊറിയൻ പുഴുവിന്റെ കടി കൊണ്ടിട്ട് തടിച്ചു കിടക്കുന്ന ചുമന്ന് കിടക്കുന്ന ഭാഗത്ത് നമുക്കിത് തേച്ച് കൊടുക്കാം. ഒത്തിരി വെള്ളത്തിലല്ലാതെ ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തേക്കുമ്പോൾ ഇത് വെള്ളത്തിൽ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെ എടുക്കാൻ നോക്കണം കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പേസ്റ്റ് രൂപത്തിലുള്ള ബേക്കിംഗ് സോഡയുടെ കൂട്ട് നമ്മുടെ ചൊറിയുന്ന ഭാഗത്ത്, അതായത് നമ്മൾ ചുമന്ന് തടിച്ചെടുക്കുന്ന ചൊറിയുമ്പോൾ കടിച്ച ഭാഗത്ത് നമുക്ക് ഇതുപോലെ വട്ടത്തിലൊന്നും ആക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഒലിച്ചു പോകുന്നുണ്ട്. അപ്പൊ വെള്ളം അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡ ഇരിക്കില്ല, ഇതുപോലെ ഒലിച്ചു പോകും. അപ്പോൾ അല്പം കട്ടിക്കാൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊറിയൻ പുഴുവിന്റെ കടിയേറ്റ ഭാഗത്ത് ബേക്കിംഗ് സോഡ ആക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് കഴുകി കളയാനായിട്ട് പാടുള്ളൂ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ തുടച്ച് കളയുകയോ അല്ലെങ്കിൽ കഴുകി കളയോ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഭാഗത്ത് നമുക്ക് ചൊറിച്ചിലോ വേദനയോ പുകച്ചിലോ ഒന്നും തന്നെ അനുഭവപ്പെടില്ല. അപ്പോൾ യൂസ്ഫുൾ ടിപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ഓർക്കണേ. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.